കോഴിക്കോട് പന്തീരാങ്കോ ഗാർഹിക പീഡന കേസിൽ വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന് വാർത്ത. പ്രതി രാഹുൽ പി ഗോപാൽ സിംഗപ്പൂരിലേക്ക് കടന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു തുടങ്ങി. കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. തത്സമയം മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഒരുപക്ഷെ നമ്മൾ സമീപകാലത്ത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള പോലീസിന്റെ വീഴ്ചയും ഒരു ഗാർഹിക പീഡനവും, ആ കേസിലാണ് ഇന്നലെ കടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നത്. അവിടുത്തെ SHOവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ കേസിൽ കൃത്യമായ നടപടി ഉറപ്പാക്കലിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കേസിൽ കൂടുതൽ പ്രതികളെ ചേർക്കാൻ വേണ്ടി പോലീസ് ആലോചിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്നലെ പറവൂരിൽ പോയി പോലീസ് വീണ്ടും മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ ഈ കുടുംബം ഒന്നടങ്കം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള മൊഴിയുണ്ടെന്നതാണ് നമുക്ക് വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികൾ ഈ കേസിലേക്ക് വരുന്നു. മറ്റൊന്ന് SKN പറഞ്ഞ നിർണായകമായ കാര്യം, രാജ്യം വിട്ടു പ്രതി രാഹുൽ. ഇക്കാര്യം 24 ആയിരുന്നു ബ്രേക്ക് ചെയ്തത്. ആ രാഹുലിന് പിറകെ കേരള പോലീസ് പോകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇന്ന് സിംഗപ്പൂരിൽ മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെയുള്ള പോലീസുമായി ബന്ധപ്പെടുമെന്നുള്ളത് നമ്മൾ അറിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസി CBI ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് CBIയുമായി ബന്ധപ്പെട്ട് ഇന്റർപോൾ സഹായം തേടുമെന്നുള്ളതാണ്. കാരണം സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്ക് രാഹുൽ യാത്ര ആസൂത്രണം ചെയ്തതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതായത് കോഴിക്കോട് നിന്നും പന്തീരങ്കാവ് ലിമിറ്റിൽ നിന്നും അദ്ദേഹം കോഴിക്കോട് സിറ്റിയിലെത്തുന്നു. അത് കഴിഞ്ഞ് റോഡ് മാർഗം ബംഗളൂരുവിലേക്ക് പോകുന്നു. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയി. ഇത്രയുമാണ് സഞ്ചാരപാതയായി ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വീട് മുതലുള്ള CCTV ദൃശ്യങ്ങൾ സൈബർ സെൽ സഹായത്തോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും ഈ കേസിൽ കൂടുതൽ പ്രതികൾ വരാൻ പോകുന്നു എന്നുള്ളതും ഇന്റർപോൾ സഹായത്തോടെ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പുതിയ വാർത്ത SKN. കാരണം പോലീസിന് വീഴ്ച പറ്റിയ ഒരു കേസിൽ പോലീസ് ശക്തമായ തിരുത്തൽ നടപടിക്ക് തയ്യാറായി എന്നുള്ളതുകൂടി നമ്മൾ ഈ വേളയിൽ എടുത്തു പറയേണ്ടതുണ്ട് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. എന്തായാലും അന്വേഷണം നടക്കട്ടെ. വളരെ ബുദ്ധിപൂർവ്വം സിംഗപ്പൂരിലേക്ക് കടന്ന ഈ പ്രതിയെ തിരിച്ചു കൊണ്ടുവരാൻ പോലീസിന് കഴിയട്ടെ. കാരണം കേരള പോലീസ് അവസരത്തിൽ ഉയർന്നില്ല എന്ന പരാതി ഈ പന്തീരങ്കാവ് സംഭവത്തിലുണ്ട്. അതിൻ്റെ പിഴവും പഴിയും കേൾക്കാതിരിക്കാൻ പോലീസിന് ഇതല്ലാതെ മറ്റ് നിർവാഹമില്ല.